നമസ്കാരം. റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിന് ഇന്ത്യക്ക് നൽകിയിരുന്ന താൽക്കാലിക ഇളവ് ഇനി പുതുക്കില്ല എന്ന നിലപാടിൽ മലക്കം മറിഞ്ഞിരിക്കുകയാണ് അമേരിക്ക. എണ്ണ വാങ്ങാൻ ഇന്ത്യൻ റിഫൈനറികൾക്ക് അനുമതി നിഷേധിക്കുന്നതായിരുന്നു നേരത്തെ നിലപാട്. എന്നാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിന് ഉപരോധം ഉണ്ടാകുന്നതായിരുന്നു. എന്നാൽ ആ ഒരു നിലപാട് ഇപ്പോൾ എടുത്തു കളഞ്ഞിരിക്കുകയാണ്. ഉപരോധം ഉണ്ടാകാത്ത വിധം 30 ദിവസത്തെ പൊതു ലൈസൻസ് നൽകുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏപ്രിൽ 11 അവസാനിച്ച 30 ദിവസത്തെ ഇളവിന് പകരമായാണ് പുതിയ ലൈസൻസ്. നേരത്തെ ഇറാൻ, റഷ്യ എന്നീ രാജ്യങ്ങളിൽ നിന്നും എണ്ണ വാങ്ങാനുള്ള ലൈസൻസുകൾ മാർച്ച് മാസം പുതുക്കില്ല എന്നായിരുന്നു നേരത്തെ അമേരിക്ക വ്യക്തമാക്കിയത്. പുതിയ ഉത്തരവനുസരിച്ച് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങാനുള്ള ലൈസൻസ് തുടരും. എന്നാൽ ഇറാനിൽ നിന്നുമുള്ള എണ്ണ വാങ്ങൽ സാധ്യമല്ല എന്നാണ് ഒരു സൂചന. ട്രഷറി വകുപ്പിൽ വെള്ളിയാഴ്ച രാത്രി വൈകിയാണ് ലൈസൻസ് അവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത്. ഇതനുസരിച്ച് വെള്ളിയാഴ്ച മുതൽ മെയ് 16 വരെ കപ്പലുകൾ കയറ്റിയ റഷ്യൻ എണ്ണ വാങ്ങാൻ രാജ്യങ്ങൾക്ക് അനുമതിയുണ്ട്. ഏഷ്യൻ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യ, ഉപരോധ ഇളവുകൾ നീട്ടി നൽകിയാൽ യുഎസിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇറാൻ സംഘർഷം കാരണം ആഗോള എണ്ണവില ഉയർന്നത് കണക്കിലെടുത്ത് ഇളവുകൾ തുടരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഉപരോധ ഇളവുകൾ ഇന്ത്യക്ക് വലിയ നേട്ടമാണ്. ഉപരോധ ഇളവ് പ്രാബല്യത്തിൽ വന്നതോടെ ഏകദേശം 30 ദശലക്ഷം ബാരൽ എണ്ണ റഷ്യൻ എണ്ണ ഇന്ത്യ ഓർഡർ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. റഷ്യൻ എണ്ണ കമ്പനികളിൽ നിന്നുമുള്ള ഇറക്കുമതി യുഎസ് ഉപരോധം കാരണം ഇന്ത്യ നേരത്തെ തന്നെ കുറച്ചിരുന്നു. ട്രംപ് ഭരണകൂടം റഷ്യൻ ഇറാനിയൻ എണ്ണ വിപണനത്തിനുള്ള ഉപരോധം ഇളവ് ചെയ്തതിനെതിരെ വലിയ രാഷ്ട്രീയ എതിർപ്പുണ്ടായിരുന്നു. റഷ്യൻ ഉപരോധ ഇളവ് ഒരിക്കലും നീട്ടരുത് എന്ന്. ട്രംപിന്റെ ഇളവ് റഷ്യക്ക് യുദ്ധത്തിന് പണം നൽകി ഇത് ഇറാനെ സഹായിക്കുകയായിരുന്നു എന്ന് യുഎസ് സെനറ്റ് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും കോൺഗ്രസ് അംഗങ്ങൾ ഗ്രെഗറി മീക്സ്, വില്യം കേറ്റ്സ് എന്നിവർ റഷ്യൻ ഉപരോധ ഇളവ് അവസാനിപ്പിക്കുവാനുള്ള ബില്ല് അവതരിപ്പിക്കുകയും ചെയ്തു. ഈ ഉപരോധ ഇളവ് ഇന്ത്യൻ റിഫൈനറികൾക്ക് നിയമപരമോ സാമ്പത്തികമോ ആയ പ്രശ്നങ്ങൾ ഇല്ലാതെ ഇറക്കുമതി തുടരാൻ അവസരം നൽകുന്നു. നേരത്തെ അനുവദിച്ച ഇളവിലൂടെ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി ഗണ്യമായി വർദ്ധിച്ചതായാണ് റിപ്പോർട്ട്. മാർച്ച് മാസത്തിൽ റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി 3 ഇരട്ടിയായി വർദ്ധിച്ച് 5.3 ബില്യൺ യൂറോയിലെത്തി. എണ്ണവിലയിലെ വർധനവ് ഇറക്കുമതി അളവ് ഉയർത്തുകയും ചെയ്തു. യൂറോപ്യൻ തിങ്ക് ടാങ്ക് സെന്റർ ഫോർ റിസർച്ച് ഓൺ എനർജി ആൻഡ് ക്ലീൻ എയർ റിപ്പോർട്ടിൽ ഫെബ്രുവരിയിൽ എണ്ണ വാങ്ങൽ കുറഞ്ഞതിനു ശേഷം മാർച്ച് മാസത്തിൽ ഇന്ത്യ വീണ്ടും എണ്ണ വാങ്ങുന്നത് വർദ്ധിപ്പിച്ചതായി പറയുന്നുണ്ട്. 2026 മാർച്ചിൽ റഷ്യൻ ഫോസിൽ ഇന്ധനങ്ങളുടെ രണ്ടാമത്തെ വലിയ ഉപഭോക്താവ് ഇന്ത്യയായിരുന്നു. മൊത്തം 5.8 ബില്യൺ യൂറോയുടെ റഷ്യൻ ഹൈഡ്രോ കാർബൺ ഇന്ത്യ ഇറക്കുമതി ചെയ്തിരുന്നു. ക്രൂഡ് ഓയിൽ ഉൽപ്പന്നങ്ങളുടെ ഇന്ത്യയുടെ വാങ്ങലുകൾ 91% വരും. ഫെബ്രുവരിയിൽ ഇന്ത്യ മൂന്നാമത്തെ വലിയ ഇറക്കുമതി രാജ്യമായിരുന്നു. 1.8 ബില്യൺ യൂറോയുടെ റഷ്യൻ ഹൈഡ്രോ കാർബൺ വാങ്ങിച്ചു. ക്രൂഡ് ഓയിൽ 81%, കൽക്കരി, എണ്ണ ഉൽപ്പന്നങ്ങൾ എന്നിങ്ങനെയാണ് കണക്കുകൾ. മാർച്ച് മാസത്തിൽ ഇന്ത്യയുടെ മൊത്തം ക്രൂഡ് ഇറക്കുമതി 4% കുറഞ്ഞപ്പോൾ റഷ്യൻ ഇറക്കുമതി ഇരട്ടിയായി വർദ്ധിച്ചു. കപ്പലുകൾ ഇതിനകം ഉണ്ടായിരുന്നതിന് മുൻപ് ഉപരോധം ഏർപ്പെടുത്തിയ കപ്പലുകളിലെ ഷിപ്മെന്റുകൾക്കും ഉൾക്കൊള്ളുന്ന റഷ്യൻ എണ്ണയുടെ 1 മാസത്തെ ഉപരോധ ഇളവ് യുഎസ് അനുവദിച്ചതിനു ശേഷമാണ് ഈ വർധനവ് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യവും ശ്രദ്ധേയമാണ്.